So this actually today we will discuss about Damodara Leela of Lord Sri Krishna. ഇന്ന് നമ്മള് ഭഗവാൻ കൃഷ്ണന്റെ ദാമോദര ലീലയെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. Actually this month is actually called as Kartik month. ഈ മാസത്തെ കാർത്തിക മാസം എന്നാണ് വിളിക്കുന്നത്. There is something called Chaturmasya. The 4 months are very glorious in a year. ഇവിടെ ചതുർമാസ്യ എന്ന് പറയുന്ന This glorious month. ഈ ചതുർമാസം എന്ന് പറയുന്നത് വളരെ മഹത്തായ മാസങ്ങളാണ്, 4 മാസങ്ങൾ. It will start approximately in the mid of July and then it will go for 4 months. ഇത് ജൂലൈയിൽ അവസാനിച്ചിട്ട് ജൂലൈയിൽ തുടങ്ങിയിട്ട് 4 മാസക്കാലം നീണ്ടു നിൽക്കുന്നതാണ് ചതുർമാസം എന്ന് പറയുന്നത്. So that's a time the devotees normally do tapasya, and they stay in one place and then they'll concentrate on preaching. That's how they have done in the olden days. പണ്ടുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ ഭക്തന്മാര് ആ ഒരു 4 മാസം പ്രചാരണത്തിനൊന്നും പോകില്ല, ഒരു സ്ഥലത്ത് തന്നെ താമസിക്കും. അതാണ്. So this is the last month of Chaturmasya. ഈ മാസം എന്ന് പറയുന്നത് ചതുർമാസത്തിന്റെ അവസാനത്തെ മാസമാണ്. It started on October 20 and then it will go until November 19. ഇത് ഒക്ടോബർ 20 ഒക്ടോബർ 20-ന് തുടങ്ങുമല്ലേ? Yeah, October 20 to November 19. ഒക്ടോബർ 20-ന് തുടങ്ങിയിട്ട് നവംബർ 19-ാം തീയതി ഇത് അവസാനിക്കും. So this is called Kartik month. ഈ മാസത്തെ വിളിക്കുന്നതാണ് കാർത്തിക മാസം. But this month is also called by the devotees of Krishna as Damodara month. ഈ മാസത്തെ കാർത്തിക മാസത്തെ കൃഷ്ണ ഭക്തർ വിളിക്കുന്നത് ദാമോദര മാസം എന്നാണ്. Because this is the month where Lord Krishna was bounded by Mother Yashoda with a rope. ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്, ഈ മാസത്തിലാണ് യശോദാമ്മ കൃഷ്ണനെ ഉരലിൽ കെട്ടിയിട്ടത്. Yeah, but actually the devotees will be thinking about this whole month and then they sing about that whole month and then they'll glorify the Supreme Lord. അപ്പോൾ ഈ മാസത്തിന്റെ പ്രത്യേകത ഭഗവാൻ ആ ദാമോദര രൂപത്തിലുള്ള ഭഗവാനെ പറ്റി ചിന്തിക്കുകയും അദ്ദേഹത്തിന്റെ മഹത്വങ്ങളെ വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഈ ദാമോദര മാസം എന്ന് പറയുന്നത്. This is the month, like Krishna, in this month about 5,000 years back, Krishna was tied by Mother Yashoda. ഈ മാസത്തില് ഭഗവാനെ ആ ഒരു 5,000 years back, in this month only, Mother Yashoda tied Krishna with a rope. 5000 വർഷങ്ങൾക്ക് മുമ്പ് യശോദാമ്മ കൃഷ്ണനെ ഉരലിൽ കെട്ടിയിട്ടത് ഈ ഒരു മാസമായിരുന്നു. There are also many other pastimes of the Lord happened in this month, just like lifting up of Govardhana hill. ഈ മാസം തന്നെ നടന്ന മറ്റു പല ലീലകളുണ്ട്. ഗോവർദ്ധനത്തെ ഉയർത്തിയതും ഈ മാസം തന്നെയാണ്, കാർത്തിക മാസത്തിൽ തന്നെയാണ്. Yeah, but most important thing is this Damodar Leela. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീല എന്ന് പറയുന്നത് ദാമോദര ലീല തന്നെയാണ്. So we are supposed to think of that Leela every day, morning and evening, and offer ghee lamp to that Lord Sri Krishna. അപ്പോൾ ഈ മാസത്തിന്റെ പ്രത്യേകത എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഭഗവാനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ നെയ്വിളക്കുകൾ സമർപ്പിക്കാറുണ്ട്. So in this month, apart from that, you can also take some spiritual vow, just like some commitments, spiritual commitments. അപ്പോൾ ആത്മീയ പുരോഗതിക്ക് സഹായകമാകുന്ന ചില പ്രതിജ്ഞകളും നമ്മൾ ഈ ഒരു മാസത്തിൽ എടുക്കാറുണ്ട്. Just like chanting more Hare Krishna mantra. If you are not started, you can start chanting Hare Krishna. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞയാണ് ഈ മാസം മുഴുവൻ നമ്മൾ കൂടുതൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നുള്ളത്.
Or you, ഇതുവരെയും ജപിച്ചിട്ടില്ലാത്തവർക്ക് അത് ഈ മാസം തുടങ്ങാവുന്നതാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ്. or you can have a practice of chanting Hare Krishna mantra or chant more. Reading Bhagavad Gita or read more. Increase your reading. അപ്പോ ഈ മാസം എന്ന് പറഞ്ഞാല് ഭഗവാനെ പറ്റി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതിന് വേണ്ടിയിട്ടും ഭഗവത്ഗീത അങ്ങനെയുള്ള ഭഗവത് ചരിതങ്ങള് വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. Yeah, so let us actually talk about this glories of that Leela, and then we will talk about the benefits. നമ്മൾ ആദ്യം ഈ ലീലയുടെ ഭഗവാന്റെ ലീലയുടെ മഹത്വങ്ങളെ പറ്റിയിട്ട് പറയും. പിന്നീട് നമ്മള് അതൊക്കെ ഓർക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയിട്ട് പറയും. So 5,000 years back, when Krishna was in Vrindavan, one day he was actually very, very hungry. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാര്യമാണ് പറയുന്നത്. വൃന്ദാവനത്തിലെ ഭഗവാൻ ഉള്ള സമയത്ത് ഒരു ദിവസം കൃഷ്ണന് ഭയങ്കര വിശപ്പ് തോന്നി. So Mother Yashoda, she was constantly singing about Lord Krishna and thinking about his glories, and then she singing so many songs, and then she was making butter. അപ്പോ കൃഷ്ണനെ പറ്റിയിട്ട് എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് യശോദാമ്മ. എന്നിട്ട് ഭഗവാനെ മഹത്വപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൃഷ്ണനെ പറ്റിയിട്ടുള്ള പാട്ടുകളൊക്കെ പാടി കൃഷ്ണന്റെ ലീലകളൊക്കെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, വെണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് യശോദാമ്മ. Because they are from cowherd family, Yadavas. So they always, the cowherd people, so they always depend on the cow, So they are making butter, and then they are sending to Kamsa, and then they are making money this way. അപ്പൊ കൃഷ്ണൻ ജനിച്ചതെന്ന് പറഞ്ഞാൽ യാദവ കുലത്തിലാണ്. യാദവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും പശുക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പശുവിൽ നിന്ന് പാലും നെയ്യും ഒക്കെ ഉണ്ടാക്കി അത് വിറ്റ് ജീവിക്കുന്നവരാണ്. അത് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ സമയത്ത് ഇവര് ഇങ്ങനെ വെണ്ണ ഉണ്ടാക്കിയിട്ട് കംസന് കൊടുത്തിട്ടാണ് ആ പൈസ കൊണ്ടാണ് അവര് ജീവിക്കുന്നത്. Yeah, so one day when she was making actually butter like this, and Krishna suddenly started crying due to hunger. അപ്പൊ യശോദാമ്മ ഇങ്ങനെ വെണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് കൃഷ്ണൻ ഇങ്ങനെ കരയാൻ തുടങ്ങി വിശന്നിട്ട്. So he started crying, and then Mother Yashoda took him in his hand, and then she started feeding him milk, her own milk. അപ്പോ യശോദാമ്മ ഇങ്ങനെ വിശന്ന് കരയുന്ന കണ്ടിട്ട് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മടിയിലിരുത്തി. So Krishna was drinking milk happily, and then Yashoda was also very happy, and then she was continuously singing about Lord Krishna. അപ്പൊ ഇങ്ങനെ ഭഗവാന് പാല് കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് യശോദാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കൃഷ്ണനും ആ ഒരു സന്തോഷത്തോടു കൂടി ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെ യശോദാമ്മ ഇങ്ങനെ പാട്ടൊക്കെ പാടി കൊടുത്തോണ്ടിരിക്കുകയാണ് കൃഷ്ണന് വേണ്ടി. The childhood time is very unique, that actually every child looks very attractive to the mother, and every mother likes the child, because they are innocent in that age. ഇപ്പൊ ഈ നമ്മളുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എന്താണ്, വളരെ നിഷ്കളങ്കത്വം നിറഞ്ഞ ഒരു കുട്ടിക്കാലം ആയതുകൊണ്ട് തന്നെ ആ ഒരു നിഷ്കളങ്കത കൊണ്ട് തന്നെ എല്ലാവരും നമ്മളോട് ഒരു ആകർഷണം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് നമ്മളോടൊരു ആകർഷണം ഉണ്ടായിരിക്കും. So the mother is always very, very attached to the son. അതുകൊണ്ട് തന്നെ ഭഗവാനോട് തന്റെ മകനോട് യശോദാമ്മ വളരെയധികം ആകർഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. But if the Supreme Lord himself, he become the son, how much attractive he will be? ഇപ്പൊ ഒരു സാധാരണ ഒരു കുട്ടി തന്നെ ഒരു സ്വന്തം അമ്മയ്ക്ക് തന്റെ ആ നിഷ്കളങ്കത കൊണ്ട് അത്രത്തോളം ആകർഷണവും സന്തോഷവും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പരമദിവ്യോത്തമ പുരുഷൻ തന്നെ മകനായിട്ട് ജനിക്കുമ്പോ ആ അമ്മ എത്രത്തോളം സന്തോഷം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. So Yashoda was actually enjoying so much, because the child, the God himself become her child, and then he's so attractive, he's very naughty, and then he's always playful, and then Yashoda was enjoying to the core.
അപ്പോ യശോദാമ്മ എന്ന് പറഞ്ഞാല് കൃഷ്ണന്റെ ആ ഒരു വികൃതി തരങ്ങളും ആ, ആ ഒരു എന്താണ് ആ ഒരു നിഷ്കളങ്ക ഭാവങ്ങളും കളികളും എല്ലാം എപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയായിരുന്നു. So, like suddenly what happened, she put that milk in the fire and then the milk started overflowing. ആ സമയത്ത് തന്നെ അടുക്കളയില് പാല് തിളപ്പിക്കാൻ വെച്ചിരുന്നു. അപ്പൊ അതിങ്ങനെ പുറത്ത് വരുന്ന അതിങ്ങനെ പതഞ്ഞു വരുന്ന ആ ഒരു മണം യശോദാമ്മയ്ക്ക് വന്നു. Seeing this, suddenly she put Krishna down and then she went to take out the milk from the fire. അപ്പോഴത്തേക്ക് ആ ഒരു മണം വന്നപ്പോഴത്തേക്ക് കൃഷ്ണനെ താഴെ വെച്ചിട്ട് യശോദാമ്മ അടുക്കളയിലോട്ട് പോയി. And Krishna got very angry, so I'm important or the milk is important, He started feeling like that. അപ്പൊ കൃഷ്ണന് ഭയങ്കര ദേഷ്യം വന്നു എന്ന് പറഞ്ഞാൽ ഞാനാണോ അമ്മയ്ക്ക് പാലാണോ അടുക്കളയിലിരിക്കുന്ന പാലാണോ വലുത്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി. He got so much angry and then he started looking around. He saw some stones, some stones. അപ്പോ ആ ഒരു ദേഷ്യം കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണോന്നറിയാതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞപ്പോ ഒരു കല്ല് കിട്ടി. So he just take all the stones and then started breaking all the butter pots. അപ്പൊ എല്ലാ വെണ്ണക്കലങ്ങളും വെണ്ണക്കുടങ്ങളും കൃഷ്ണൻ എറിഞ്ഞുടച്ചു. All the butter actually started becoming waste, it is started going on that floor. ആ വെണ്ണയെല്ലാം ആ നിലത്തെല്ലാം വീണു. Because making butter is not easy, there is no mixer that time you put something and then you make, it's not like that, because like it's actually a painful task, a lot of work. വെണ്ണ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ്. ഇന്നത്തെ പോലെ മിക്സി ഒന്നും ഇല്ല. അപ്പോ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് യശോദാമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെണ്ണയാണ് കൃഷ്ണൻ എറിഞ്ഞുടയ്ക്കുന്നത്. Prabhupada used to explain in the Krishna book that Yashoda Maya and also in olden days the girls used to have a good physique, good body, because of this kind of exercises in the kitchen, even the utensils are heavy and then even making butter is also like that, this is like exercise. So that's why they used to have a good shape also. In olden days the men and women they used to have, because it's a life itself like a normal exercise. അപ്പോ പണ്ടത്തെ കാലത്തെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാര്യം ശ്രീല പ്രഭുപാദര് തന്റെ കൃഷ്ണ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ അതും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല ആകൃതിയൊക്കെയാണ്, നല്ല രൂപവും ഒക്കെയാണ് ആ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ദിനചര്യകൾ തന്നെ ഒരുപാട് കായിക അധ്വാനത്തിലൂടെ കടന്നു പോകുന്നതാണ്. So like that then Yashoda came and then she saw all the butter is getting wasted and she got so much angry. അപ്പോ യശോദാമ്മ വന്നപ്പോഴത്തേക്ക് കാണുന്നത് ഇതാണ്, അവിടെ മുഴുവൻ അങ്ങനെ വെണ്ണയെല്ലാം വീണ് കിടക്കുന്നു, കലമെല്ലാം പൊട്ടിക്കിടക്കുന്നു. So she wanted to teach a lesson to his son. അപ്പോ യശോദാമ്മയ്ക്ക് ദേഷ്യം വന്നു. അപ്പോ മകനെ ഒരു പാഠം പഠിപ്പിക്കണം അങ്ങനെ വിചാരിക്കുകയാണ്. So you have the picture like this one, like Yashoda is chasing Krishna with a stick. Just below the picture you can see one more picture is there, just below the picture. So Yashoda took one stick in the hand and then she started chasing Krishna to beat him. ഇവിടെ ഒരു വടി കാണാം. അപ്പൊ ആ വടി എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി. എന്നിട്ട് അപ്പൊ കൃഷ്ണൻ ഓടാണ്. അപ്പൊ കൃഷ്ണന്റെ പുറകെ ഓടാൻ തുടങ്ങി. So what happened, like Krishna got so much fear and then he just started running. അപ്പോ കൃഷ്ണൻ ഭയം വന്നിട്ട് ഓടാൻ തുടങ്ങി. യശോദാമ്മയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ തുടങ്ങി. You got the picture? Just below that. Cannot find? Yes.
Yeah, you can see here. Yashoda is chasing Krishna with a stick in the hand. So you can see that Krishna's face. It's so much of fear. And you see all that gopis at the back. They are also in anxiety. You know that Krishna is going to get some beating from mother. ഓ കൃഷ്ണൻ ഇങ്ങനെ ഓടാണ്. ഓടുമ്പോ ആ ഗോപികമാരെല്ലാം പുറകിൽ ഓടാണ്. അമ്മ എന്താണ് കൃഷ്ണനെ ചെയ്യാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷ കൊണ്ട് അവരെല്ലാരും പുറകെ ഓടുകയാണ്. So finally, she could not catch him. You know, he was running fast, and then but Yashoda could not catch him. അപ്പോ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ്, ഭയങ്കര വേഗതയിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. യശോദാമ്മയ്ക്ക് പിടിക്കാൻ സാധിക്കുന്നതേയില്ല. So finally, she caught Krishna. അവസാനം യശോദാമ്മയ്ക്ക് കൃഷ്ണനെ പിടികിട്ടി. Then she tried to tie him in the wooden mortar, grinding mortar. You can show that picture, the grinding mortar. അപ്പോ അവസാനം എന്താ ചെയ്തതെന്ന് വെച്ചാല് ഭഗവാനെ പിടിച്ച് ആ ഉരലില് കെട്ടിയിട്ടു. Open that, make it bigger. You see here, like this is a wooden grinding mortar because this is the thing they used to make rice in olden days. അപ്പൊ ഇത് ഒരലാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ട് കാലത്ത് നമ്മള് അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നെല്ല് ഇടിച്ച് അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. Olden days everything is very heavy, you know, it's fully made of wood, you know, like it cannot even move it. That much heavy it is. അത് വളരെ ഭാരമുള്ളതാണ്. അത് മൂവ് ചെയ്യാൻ, അതൊന്ന് ചലിപ്പിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത്രത്തോളം ഭാരമുള്ള ഉരലാണത്. So Yashoda wanted to tie him in the wooden grinding mortar, and then she just took some rope from nearby, and then she tried to tie Krishna in that grinding mortar. അപ്പോ യശോദാമ്മ ഇങ്ങനെ ശ്രമിക്കുകയാണ് കെട്ടിയിടാൻ വേണ്ടിയിട്ട്. But what happened, you know, when she was trying to tie Krishna, it was short of 2 inch, the rope. അപ്പോ കൃഷ്ണനെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ ആ കയറിന്റെ നീളം വളരെ കുറവാണ്. ഒരു 2 ഇഞ്ച് കുറവുണ്ട്. കെട്ടാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ്. So what she did is she just looked around, and then another rope was there. She just tied it and made it bigger, and then she wanted to tie Krishna. അപ്പോ യശോദാമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാല് അടുത്തൊരു കയറും കൂടെ വെച്ചിട്ട് കെട്ടിയിടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കെട്ടി അതിന് നീളം കൂട്ടാൻ ശ്രമിച്ചു. So this time she should be able to tie, you know, she got a longer rope, but when she was trying to tie Krishna, the same 2 inch was short. അപ്പൊ വീണ്ടും കെട്ടാൻ നോക്കി ആ ഒരു ആത്മവിശ്വാസം തോന്നി, ഇത്രത്തോളം നീളമില്ല, അപ്പൊ ഇനി കെട്ടിയിടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും കെട്ടിയിടാൻ നോക്കുകയാണ്. അപ്പൊ വീണ്ടും അതേ 2 ഇഞ്ച് തന്നെ പറ്റുന്നില്ല, കെട്ടിയിടാൻ പറ്റുന്നില്ല, അത്രത്തോളം നീളം വരുന്നില്ല. She got surprised, and then she added some more ropes. Every time she trying to tie Krishna, but she cannot tie Krishna. അപ്പോ യശോദാമ്മ വീണ്ടും കയറുകൾ കെട്ടി അതിന്റെ നീളം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരുപാട് കയറുകൾ കെട്ടി, എന്നിട്ടും ഭഗവാനെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ നോക്കുമ്പോഴത്തേക്ക് പറ്റുന്നില്ല. That is because it is not easy to control that supreme lord, you know. അപ്പോ അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? Bhagavad Gita chapter 5 verse number 29, you can show that. Chapter 5 verse number 29, Krishna is explained that Bhoktaram Yajñatapasam Sarvaloka Maheshwaram Suhritam Sarvabhuthanam Jnatva Mam Shanti Ruchati. So Krishna is explaining like that. So Sarvaloka Maheshwaram means, you know, Mahi Ishwaram. He is the supreme lord of all the universes. സർവലോക മഹേശ്വരം എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് അദ്ദേഹം എല്ലാ ലോകങ്ങളെയും പരിപാലിക്കുന്നവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. Yeah, but he is a supreme controller. That is why even Brahma is glorifying Lord Shiva as Ishvara, Parama Krishna, Satchidananda Vigraha, Anadiradir, Govinda, Sarva Karana Karanam. He is saying Govinda is Sarva Karana Karanam, Govinda is cause of all causes. ബ്രഹ്മാവ് പോലും പറയാണ് ഗോവിന്ദനാണ് എല്ലാ കാരണങ്ങളുടെയും കാരണമെന്ന്. Not only that, you know, he is calling Krishna as Parama Ishvara. He is Parama Ishvara. Ishvara means the controller. Parama Ishvara means the supreme controller.
അപ്പോ ഈശ്വര എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എന്നാണ്. Ishvara. പരമ ഈശ്വര എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും അധിപതിയായിട്ടുള്ള നിയന്താവ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ. That Ishvara title can be given to all living entities because we are all controllers. ഈശ്വര എന്ന് പറയുന്ന ആ ഒരു വാക്ക് എന്ന് പറയുന്നത് നമുക്കെല്ലാം യോജിക്കുന്നതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും യോജിക്കുന്നതാണ്. കാരണം നമ്മൾ എപ്പോഴും എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. Trying to control something, we are trying to control this body, like in the advanced stage you are able to even control that fire, water, like you are able to control some part of this creation. You can control your wife or husband or child or father, mother. Everybody is controlling something like office manager, or നമുക്കെല്ലാം എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. നമ്മൾ എപ്പോഴും അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും നമ്മളുടെ കുട്ടികളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭാര്യയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭർത്താവിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ മറ്റ് ജോലിക്കാരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാം മാനേജ് ചെയ്തിട്ട്. But the point is that you cannot control everything. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ചില കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് എങ്കിലും എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്കില്ല എന്നുള്ളതാണ്. The one who can control everything is called Parama Ishvara. Parama means the topmost controller. അപ്പോൾ പരമ ഈശ്വര എന്ന് പറഞ്ഞാല് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നവൻ, അതാണ് പരമ ഈശ്വര എന്ന് പറയുന്നതിന്റെ അർത്ഥം. Parama means supreme. പരമ എന്ന് പറഞ്ഞാല് ഏറ്റവും ഉപരിയായത്. Topmost, that's the meaning of param. Topmost. പരം എന്ന് പറയുന്നതിന്റെ അർത്ഥം പറഞ്ഞാൽ so he is ഏറ്റവും ഉയർന്നത്. He is the topmost controller, that is why Brahma is calling him as Parama Ishvara. അപ്പോ ഭഗവാൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരമ. Cannot hear you properly suddenly. Hare Krishna Prabhu. Your voice is breaking. I think you don't have a proper network. Can you hear me? Now okay. Okay. So, but the same thing Krishna is also explaining in Bhagavad Gita chapter 10 verse number 2. You can show that chapter 10 verse number 2. Krishna is saying that Aham Adirhi Devanam Maharshinam Sarvasakha. You can see that chapter 10 verse number 2. Can you see? You have not taken the verse, right? Yes, Prabhu. You have some network problem. You have some network. Name vidu 10:2. Name vidu suragana prabhavam namaharshya. Your data is no, Prabhu. I could take. You cannot hear. No, okay. Sometime on and off. Okay. You can see that. You can see here. Krishna is saying that Aham Adirhi Devanam Maharshinam Sarvasaka. You can see that. Name vidu suragana partha prabhavam cha maharshaya. Aham Adirhi Devanam Maharshinam Sarvasaka. So here Krishna is explaining that he is Adi Deva and also he is supreme to Maharshis, all the rishis. അധ്യായം ഭഗവത്ഗീത അധ്യായം 10 ശ്ലോകം 2 ആണ് പറയുന്നത്. നമേ വിദു സുരഗണ പ്രഭവം നമഹർഷയ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ഉൽപ്പത്തി, വിഭൂതി എന്നിവയെ പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ. Then how to control, if someone want to tie that kind of person, how it is possible? How to tie that person? അപ്പൊ അങ്ങനെ എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനമായിട്ടുള്ള ആ വ്യക്തിയെ എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? So that's why she was not able to tie Krishna with the rope. അതുകൊണ്ടുതന്നെയാണ് യശോദാമ്മയ്ക്ക് ഭഗവാനെ കെട്ടിയിടാനുള്ള
നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. So she was trying to control a person who is uncontrollable. അപ്പോ യശോദാമ്മ ശരിക്കും എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. Then suddenly, she got so much upset that, she started feeling very sad that she's not able to tie him. She lost hope, she completely lost hope, and then, she was hopeless stage. അപ്പോ ശരിക്കും എല്ലാം എന്താണ് വളരെ പരിശ്രമിച്ചു കഴിഞ്ഞിട്ടും കെട്ടിയിടാൻ സാധിക്കുന്നില്ല. അപ്പൊ വളരെ നിരാശയോടുകൂടി അവിടെ ഇരിക്കുകയായിരുന്നു യശോദാമ്മ. And Krishna felt very pity, and then he was enjoying that humor of Yashoda Maya. അപ്പോ അങ്ങനെ നിരാശാഭാവത്തോടു കൂടി യശോദാമ്മ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ കൃഷ്ണൻ എന്താണ് ഭയങ്കര ഒരു സഹതാപം തോന്നി യശോദാമ്മയോട്, ഒപ്പം ഒരു സന്തോഷവും തോന്നി. You can show the picture again, no? So then what happened? He just made himself available to be tied, controlled. കൃഷ്ണൻ എന്താണ് ചെയ്തത്? കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഒന്ന് നിന്ന് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. Now she is able to tie Krishna in that motor. You can show the picture. Now she is able to tie Krishna in the wooden grinding motor. അപ്പൊ അങ്ങനെ അത് ഭഗവാനെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് യശോദാമ്മയ്ക്ക് സാധിച്ചു. You can see Prabhu, this one. It's not come yet. I think it is coming. I'm sharing that. Can you see? You cannot see. It's only the Bhagavad Gita only I'm seeing. I shared. You can stop sharing and share again. Stop sharing and sharing. Then she was able to tie Krishna, and then she tied Krishna, and then she just went inside the kitchen and started making the butter. അപ്പൊ എന്താണ്, വളരെ സമാധാനമായി കൃഷ്ണനെ കെട്ടിയിട്ടല്ലോ. അപ്പൊ ആ സമാധാനത്തോടു കൂടി പോയിരുന്ന് വീണ്ടും നെയ്യ് ഉണ്ടാക്കാൻ തുടങ്ങി. Now okay, now. So Krishna started crying here. He was calling for his mother. He was calling for the mother. Please, mother, please untie me. I'm struggling, I'm suffering. She was crying like that. Krishna started crying like that. അപ്പോ കെട്ടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര വിഷമമായി കൃഷ്ണന്. അവിടെ വിളിക്കാൻ തുടങ്ങി, അമ്മേ എന്നെ വന്ന് അഴിച്ചു വിടൂന്ന് വിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അങ്ങനെ Krishna was crying here, Yashoda was crying inside. അപ്പോ കൃഷ്ണൻ വെളിയിൽ കിടന്ന് കരയാണ്, യശോദാമ്മ ഉള്ളിലിരുന്ന് കരയാണ്. She doesn't want to control Krishna this way, but she wanted to teach a lesson. Just like every mother, every mother, they beat the child to make them as a good children, like that she started chastising Krishna this way. അപ്പോ അങ്ങനെ ശിക്ഷിക്കുന്നതൊന്നും യശോദാമ്മയ്ക്ക് ശരിക്കും ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാലും കൃഷ്ണനെ ഒന്ന് മര്യാദ പഠിപ്പിക്കണമല്ലോ. എല്ലാ അച്ഛനമ്മമാരും കുട്ടികളോട് ചെയ്യുന്നത് പോലെ അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോ ചെയ്തു പോയതാണ്. അതുകൊണ്ട് യശോദാമ്മയ്ക്കും സങ്കടമുണ്ട്, എങ്കിലും അഴിച്ചുവിടുന്നില്ല. So but Krishna was continuously acting. You can show that Bhagavad Gita chapter 10 verse number 42. Krishna is explaining his glories to Arjuna. 10:42 Atava bahunaitena kim yatena tavarjuna vishtabhyaham idam krishnam ekam sena sthito jagat. So he is explaining what is the need is there, Arjuna, for all this detailed knowledge. With a single fragment of myself I pervade and support the entire universe. So Krishna is saying that actually you are trying to understand my glories, but I can go on telling about my glories, but you understand one thing, that with my single fragment I am pervading I'm actually maintaining the whole universe. അപ്പോ ഭഗവത്ഗീതയിലെ അധ്യായം 10 ശ്ലോകം 42 ആണ് പ്രഭു വിവരിക്കുന്നത്. അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായ ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തു വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. If a person, who can maintain the whole thing,
with a single fragment. I mean, this wooden grinding mortar is nothing for him, it's a small portion of his creation. അപ്പൊ എല്ലാത്തിനെയും നിയന്ത്രിക്കുകയും എല്ലാത്തിനെയും നിലനിർത്തുകയും ചെയ്യുന്ന ആ ഒരു വലിയ ശക്തിയാണ് ഭഗവാൻ. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോ ആ ഒരു ഉരലില് കെട്ടിയിടപ്പെടാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു? അല്ലെങ്കിൽ അത് വളരെ നിസ്സാരമാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് സ്വതന്ത്രനാവുക എന്നുള്ളത്. Yeah, but the same Krishna also lifted Govardhan hill after some time. അപ്പൊ ആ ഉരലിൽ കെട്ടിയിട്ട് അതിന് പുറത്തു വരാൻ വേണ്ടി, അതിന് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി കരഞ്ഞ അതേ കൃഷ്ണൻ തന്നെ ഗോവർദ്ധന മലയെ ഉയർത്തിയ വ്യക്തിയാണ്. This wooden grinding mortar is actually nothing for him, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ആ ഉരൽ എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് ഭഗവാന്. And not only that, all the 14 planetary system, this whole creation is resting on the hood of Anantasesha. അപ്പോ എല്ലാം ഈ മുഴുവൻ പ്രപഞ്ചങ്ങളും നിലനിൽക്കുന്നത് തന്നെ ഭഗവാന്റെ ഒരു രോമകൂപത്തിനുള്ളിലാണ്. Just a minute, I'll try to show the picture to you. I'll try to see if I can show the picture. How whole thing is resting on Krishna's head. I cannot find now. Maybe some other time I'll show you. The whole thing is, resting on the Anantasesha head. This Swargaloka, Makaraloka, Tapasloka, all the 14 planetary system is lifted by Adisesha, who is part of Krishna. അനന്തശേഷ എന്ന് പറയുന്ന ഭഗവാന്റെ അംശാവതാരമാണ് ഈ 14 പ്രപഞ്ചങ്ങളെയും തന്റെ തലയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. So this wooden grinding mortar is actually nothing for Krishna, but he is acting as if he is not able to get released from that place. But Krishna is acting as if he is not able to get released from this wooden. ഇവിടെ എന്താണ് ഭഗവാൻ അഭിനയിക്കുകയാണ്, എനിക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല എന്നങ്ങ് അഭിനയിക്കുകയാണ് യശോദാമ്മയ്ക്ക് മുന്നിൽ. So then he was constantly acting, but after some time he got bored with his own acting. അങ്ങനെ എന്താണ് കുറെ നേരം അങ്ങനെ അഭിനയിച്ച് അങ്ങ് മറിഞ്ഞു വീണു. He's very mischievous, he's very naughty. He just looked around what to do now. He's boring, He just then what he did, he started actually crawling. Then that mortar was coming behind him. അപ്പോ എന്താണ് താഴെ വീണിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഇഴയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ ഒരു ഉരലും കൂടെ വരാൻ തുടങ്ങി. So until now he was acting as if he is not able to bring, like he was not able to get released from this mortar, but now he started just crawling and the mortar just followed him, just like the children used to play with that toys of car, jeep, like that, so it just came like a toy. അപ്പൊ എന്താണ് കുറച്ചു നേരം മുമ്പ് ഭഗവാൻ എങ്ങനെയാണ് ആ ഒരു ഉരലിൽ നിന്ന് ഒന്ന് ചലിപ്പിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ കിടന്ന് കരയായിരുന്നു. ഇപ്പൊ എന്താണ് അതിനെ നമ്മൾ ഒരു കളിപ്പാട്ടം പോലെ അതിനെ ഉരുട്ടിക്കൊണ്ട് നടക്കുകയാണ്. So he just went to his garden side. അപ്പൊ അങ്ങനെ ഉരുട്ടി ഇങ്ങനെ പോവുകയാണ്. അവരുടെ ആ വീടിന്റെ അടുത്തുള്ള പൂന്തോട്ടത്തിനടുത്തെത്തി. Okay, then what happened, there was two huge trees. I will show you. You can see my screen? No problem. Now you can see? Yes. You can see there are two great trees were there. They were called as Arjuna trees. Arjuna trees. Arjuna. അപ്പോ
അവിടെ രണ്ട് മരങ്ങൾ ഉണ്ടായിരുന്നു, വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു. ആ മരങ്ങളുടെ പേരായിരുന്നു അർജുന Yeah. അർജുന മരങ്ങൾ എന്നായിരുന്നു ആ മരങ്ങളുടെ പേര്. So you can see the two trees, they actually fall down. You can see here, right? The two trees. അപ്പൊ ആ രണ്ട് മരങ്ങൾ അവിടെ നിലം പതിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. So that tree was standing straight, and Krishna was crawling, as I said, he was just dragging that grinding motor. കൃഷ്ണൻ എന്താണ് ചെയ്തത്? ജസ്റ്റ് എന്താണ് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. അത് ഉരുട്ടി ആ മരങ്ങൾക്കിടയിലൂടെ വന്നു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. So what happened, that grinding motor got stuck in between the trees. അപ്പോ വന്ന സമയത്ത് ആ മരങ്ങൾക്കിടയിൽ ആ ഉരല് ഉടക്കിപ്പോയി. So Krishna was not able to move, because he got stuck in the trees. അപ്പോ ഭഗവാന് പിന്നീട് അങ്ങോട്ട് ചലിക്കാൻ സാധിച്ചില്ല. Those who have cows, they should have experience. Sometime what happened, the cows get stuck like this in some trees. They just get stuck and they don't know what to do. You could have noticed sometime Krishna also got trapped this way. He's not able to come out of the trees. അപ്പോൾ ഈ പശുക്കൾ എങ്ങനെയാണോ മരങ്ങളുടെ ഇടയിൽ പെട്ടുപോകുന്നത്, അതുപോലെയാണ് കൃഷ്ണൻ ആ മരങ്ങളുടെ ഇടയിൽ അങ്ങനെ പെട്ടുപോയത് എന്നാണ് പറയുന്നത്. So then what happened, he just pull little fast, then the trees fall down. അപ്പോൾ അദ്ദേഹം നല്ല ശക്തിയായിട്ട് വലിക്കാൻ തുടങ്ങി ആ ഉരലിനെ പുറത്ത് കിടക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ മരം കടപുഴകി വീണു. Then from the tree two personalities came, as you see in the picture. അപ്പോൾ ആ മരങ്ങള് വീണ സ്ഥലത്ത് നിന്ന് രണ്ട് പേര് വന്നു, പ്രത്യക്ഷപ്പെട്ടു. And they are called as Manigriva and Nalakuvara. അപ്പോൾ അവരെയാണ് മണിഗ്രീവ നലകുവേര എന്ന് വിളിക്കുന്നത്. രണ്ട് പേര്. They got a curse and then they become trees for thousands of years. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് 1000 വർഷങ്ങളോളം അങ്ങനെ മരങ്ങളായിട്ട് നിൽക്കട്ടെ എന്നുള്ള ഒരു ശാപം അവർക്ക് ലഭിച്ചു. We see lot of trees around, right? നമുക്ക് ചുറ്റും ഒരുപാട് മരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. But sometimes we also get into great surprise and we say, oh, this tree is 5000 years old, 500 years old, 1000 years old. We also get surprised of huge trees sometimes. ഇപ്പോൾ 5000 വർഷം 1000 വർഷം ഒക്കെ പഴക്കമുള്ള മരങ്ങളെ കണ്ടിട്ട് നമുക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. But those who have a spiritual vision, they understand that there is one soul got trapped inside every tree. അപ്പോൾ നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അറിവുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാല് അതെല്ലാം ആത്മാക്കളാണ്. ആ ഒരു മരങ്ങളിലെല്ലാം ആ മരം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവ് തന്നെ ആ ശരീരം സ്വീകരിച്ച് അവിടെ നിൽക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. Because tree is helpless. Even if you cut, it has to be patient. It has to take it. Even if you cut this, like a trunk or whatever, it has to be quiet. It cannot do anything. It has to stay there for thousands of years or hundreds of years. അപ്പോൾ അങ്ങനെ ഒരു ആത്മാവ് മരത്തിന്റെ ശരീരത്തിൽ പെട്ടുപോയാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്താലും അതെല്ലാം സഹിച്ചേ പറ്റുള്ളൂ. ഏത് തരത്തിൽ അതിനെ മുറിക്കുകയാണെങ്കിലും എല്ലാം അത് അവിടെ നിന്ന് സഹിച്ച് 5000 വർഷങ്ങളോളം അത് അങ്ങനെ നിൽക്കേണ്ടി വരും. So mostly the trees, in other way, mostly those who are too much fond of sex, and they become tree in next life. അപ്പോൾ കൂടുതൽ എന്താണ് വിഷയ ആസക്തികൾ കൂടുതലുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് അടുത്ത ജന്മം മരങ്ങളായിട്ട് ഉള്ള ഒരു ശരീരം കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. Sex impulse that is used for procreating children is never wrong. It is actually approved by Shastra. അപ്പോ എന്താണ് വിഷയാസക്തി എന്ന് പറയുന്നത് കുട്ടികളെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ശാസ്ത്രങ്ങൾ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. But some people, they are always in sexual consciousness. They want to have sex unrestrictedly. They want to have always sex. There are some people like that. അപ്പോൾ ഇപ്പോൾ ഉള്ള എന്ന് പറഞ്ഞാല് കൂടുതൽ ആളുകളിലും കാണുന്ന ഒരു പ്രവണതയാണ് സന്താന ഉൽപാദനത്തിന് വേണ്ടി മാത്രമല്ല അവരത് ആ വിഷയാസക്തി ഉപയോഗിക്കുന്നത്. അവർക്ക് തോന്നുമ്പോഴെല്ലാം അവർക്കത് വേണം. അങ്ങനെയാണ് അവസ്ഥ. So
they always try to be naked in other ways. They always trying to be naked. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ളവരെ എന്താണ് സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുന്നതിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും. So Krishna fulfilled the desire by making them as trees. They can stay naked for many years. അപ്പോ ഭഗവാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് അവരുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ജീവിതകാലം മുഴുവൻ വസ്ത്രമില്ലാതെ നിന്നുകൊള്ളൂ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കും. അങ്ങനെ മരങ്ങളായിട്ട് നിൽക്കാനുള്ള അവസരം ആ ആത്മാവിന് ലഭിക്കും. So the human life is very special, and that this is to be used only in the service of the Lord. അപ്പോ മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമാണ്. എല്ലാ ആത്മാക്കൾക്കും ലഭിക്കുന്നില്ല ആ ശരീരം, മനുഷ്യന്റെ ശരീരം. അപ്പോ ആ മനുഷ്യന്റെ ശരീരം ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടിയിട്ട് ഭക്തിയുടെ സേവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. Yeah, that's what actually Prahlad Maharaj is explaining in Srimad Bhagavatam 761. I'll show you here. You can see that Bhagavad Gita chapter, Bhagavatam. Yeah, I'll show you now. Fifth canto, 6th chapter, verse 1. You can see here Prahlad Maharaj, he's saying that Kaumaram Acharet Pragyam Dharmam Bhagavataniha Durlabam Manusham Janma Tatruvam Artatam. You can see, just a minute. Sorry, 7751. I put 57. Yeah, you can see here. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു വരിയാണ്. He's saying that Gaumaram Acharet Pragyam Dharmam Bhagavataniha Durlabam Manusham Janmam Tattapi Adruvam Artatam. He's saying Kaumara means, that's actually the age of the child when the teeth falls off and then they get new teeth, that's age is called Kaumara technically. ഇത് ഈ ശ്ലോകം പറയുന്നത് ആരാണെന്നറിയോ? പ്രഹ്ലാദ മഹാരാജാവാണ്. അദ്ദേഹം പറയുകയാണ്, ഭക്ത പ്രഹ്ലാദൻ പറയുകയാണ്, കൗമാര ആചരേത് പ്രാജ്ഞോ എന്ന് പറഞ്ഞാൽ കൗമാരം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണോ നമ്മളുടെ ആ ഒരു പാൽപ്പല്ല് പോയിട്ട് അടുത്ത പുതിയ പല്ല് വരുന്നത്, ആ ഒരു പ്രായമാണ് കൗമാരം എന്ന് പറയുന്നത്. So acharet means learn. Achar means practice, practice or learn. Kaumaram acharet prajño. What to do? Dharmam Bhagavatan. You should learn your occupational duties and about Bhagavan. You should learn about your spiritual life at the age of 5 years. അപ്പൊ എന്താണ് ഈ പറയുന്നത്? കൗമാര എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ 5 വയസ്സാണ്. ആ 5 വയസ്സില് ഭഗവാനെ പറ്റിയിട്ട് അറിയാൻ തുടങ്ങണമെന്നാണ് പറയുന്നത്. But normally what we say, Prabhu, this is for old people. Spiritual life is for old people. No, I am not old enough. I have more responsibilities. When I get old, I will start doing my spiritual life. Normally we speak like that, right? അപ്പോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അറിയുക എന്ന് പറയുന്നത് വാർദ്ധക്യം ബാധിച്ചവർക്കുള്ളതാണ്. അങ്ങനെ ഒരു ചിന്ത പൊതുവായിട്ടുണ്ട്. But Prahlad Maharaj is saying that you should start your spiritual life or your spiritual education. It's not only about life, it is about education. Acharet means practice, and at the age of 5 years you should start your spiritual practices. ഇവിടെ ഈ ഒരു ശ്ലോകത്തില് ഭാഗവതത്തിൽ നിന്നുള്ള ഈ ശ്ലോകത്തില് ഭക്ത പ്രഹ്ലാദൻ എന്താണ് പറയുന്നത്? 5ാമത്തെ വയസ്സ് മുതൽ തന്നെ ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസം നേടണമെന്നാണ് പറയുന്നത്. Why it is? Because he is saying that Durlabham Manusham Janmam. Durlabh means, very, very rare. Very, very rare. What is very rare? Manusham Janma. This human life is very, very rare. അപ്പൊ ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ദുർലഭം എന്ന് പറയുന്നൊരു വാക്ക് പറയുന്നുണ്ട്. ദുർലഭം മാനുഷം ജന്മ എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് ഒരു ജന്മം കിട്ടുക എന്ന് പറയുന്നത് അത് വളരെ ദുർലഭമാണ്. പ്രഹ്ലാദ മഹാരാജാവ് പറയുകയാണ്. And he is also describing about that human life that api adruvam martatam. Adruvam means impermanent. It is very temporary. This human life is temporary because we don't know when we will die. Anytime we can die. അപ്പോ തത് അപി അധ്രുവം എന്ന് പറഞ്ഞാല്
താൽക്കാലികമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മളുടേത്. എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ലാത്ത ഒരു ജീവിതം. But it is also having a contradictory benefit. Even though it is temporary, it is arthadam, it is meaningful life. But other life like a cow or a dog or a cat, all these animals, animal life has no speciality, because there is no meaning. They cannot think, oh, I am not the body, I am the soul, I should hear about Krishna, I should start my devotional service. The animals don't think this way. But this human life is arthadam, meaningful life. അപ്പോ ഈ മനുഷ്യജന്മം വളരെ താൽക്കാലികമാണ് എങ്കിൽ കൂടിയും അർത്ഥവത്താണ് എന്നാണ് പറയുന്നത്. അർത്ഥദം എന്ന് പറയുന്ന വാക്ക് അവിടെയുണ്ട്. അർത്ഥവത്താണ് എന്ന് പറഞ്ഞാല് എന്താണ്, മറ്റ് ശരീരങ്ങളിലുള്ള ആത്മാക്കൾക്ക് ആ ഒരു അവസരം ലഭിക്കുന്നില്ല. ഞാൻ ശരീരമല്ല, ആത്മാവാണ്, അല്ലെങ്കിൽ ഞാന് മനുഷ്യനായിട്ട് ജന്മം എടുത്തിരിക്കുന്നത് ഭഗവാനെ ഭക്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊന്നും ചിന്തിക്കാനുള്ള കഴിവ് ഒരു മൃഗശരീരത്തിലുള്ള ആത്മാവിന് ഉണ്ടാകുന്നില്ല. അതാണ് ദുർലഭം മാനുഷ ജന്മം എന്ന് പറയുന്നത്. That is why Prahlad is saying that you should start. You got this. Prahlad is saying that you got a valuable life now. Do not waste it. You start learning about spiritual life from 5 years. അപ്പോൾ പ്രഹ്ലാദ മഹാരാജാവ് പറയാണ്, മനുഷ്യന്റെ ശരീരത്തിൽ നിങ്ങളുടെ ആത്മാവ് എത്തിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് 5-ാമത്തെ വയസ്സ് മുതൽ തന്നെ ഭഗവാനെ പറ്റിയിട്ട് അറിയാൻ തുടങ്ങണം എന്നാണ് പറയുന്നത്. ആത്മീയമായിട്ടുള്ള ജീവിതം ആരംഭിക്കണം, ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത് 5-ാമത്തെ വയസ്സിലാണ് എന്ന് പ്രഹ്ലാദ മഹാരാജാവ് പറയുകയാണ്. Translation: Prahlad Maharaj said, one who is sufficiently intelligent should use the human form of body from the very beginning of life. In other words, from tender age of childhood. Can translate? അപ്പോ പ്രഹ്ലാദ മഹാരാജാവ് പറയാണ്, ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ശ്രീല പ്രഭുപാദർ എഴുതിയ. One who is sufficiently intelligent should use the human form of body from the very beginning of life. അപ്പോ ശരിയായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യ ശരീരം സ്വീകരിച്ചു ഉള്ള ഒരു വ്യക്തിക്ക് ശരിയായ ബുദ്ധി ഉണ്ട് എങ്കിൽ അവൻ വളരെ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഇളം പ്രായത്തിൽ തന്നെ, ആ ഒരു ബാല്യകാലം മുതൽ തന്നെ ഭഗവാന് വേണ്ടിയിട്ടുള്ള ഭക്തിയുത സേവനത്തിൽ മുഴുകണം എന്നുള്ളതാണ് പറയുന്നത്. In other words, from the tender age of childhood, from 5 years. Tender age of childhood എന്ന് പറഞ്ഞാൽ ഇളം പ്രായം എന്ന് പറയുന്നത് എന്താണ്? 5 വയസ്സ് മുതൽ. What to do? To practice the activities of devotional service, giving up all other engagement. See, giving up all other engagement does not mean that don't do anything else. Prahlad Maharaj is saying that do not prioritize other things. Main priority should be here. That's what Prahlad is saying. അപ്പോ ഇവിടെ ഒരു ഒരു സെന്റൻസ് പറയുന്നുണ്ട്, ഗിവിംഗ് അപ്പ് ഓൾ അതർ എൻഗേജ്മെന്റ്സ് എന്ന് പറഞ്ഞാല് മറ്റുള്ളതെല്ലാം ഉപേക്ഷിക്കണമെന്നല്ല. നമ്മള് എന്താണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഭഗവാനാണ്, ഭഗവാനുള്ള ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അങ്ങനെയാണ് പറയുന്നത്. Normally what we say is, Prabhu, no time to come to the temple, no time to come to the class. Prahlad Maharaj is saying that don't do this. That is wrong. You can do your material duties, but do not say that you have no time for spiritual life, because this human life is only for spiritual life. അപ്പൊ നമ്മൾ സാധാരണ എന്താണ്, ഞാനിപ്പോ ഭഗവത്ഗീത ക്ലാസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ആരെയൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരൊക്കെ പറയുന്നത് വെച്ചാൽ സമയമില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികളുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രഹ്ലാദ മഹാരാജാവ് പറയാണ്, നിങ്ങളുടെ മനുഷ്യ ശരീരം ലഭിച്ചിരിക്കുന്നത് തന്നെ ഭഗവാനെ പറ്റിയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ അതിന് പ്രാധാന്യം കൊടുക്കുക. ഭൗതിക ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണ്ട എന്നല്ല, പക്ഷെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ്, ഭക്തിയെ പറ്റിയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൃഷ്ണനെ പറ്റിയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുക. കാരണം മനുഷ്യന്റെ ജന്മം ലഭിച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. So he continues, the human body is most rarely achieved, and although temporary like other bodies, it is meaningful. അപ്പോ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് വളരെ റെയർലി അച്ചീവ്ഡ്. റെയർലി എന്ന് വെച്ചാല് ദുർലഭമാണ്. അങ്ങനെ എളുപ്പം ലഭിക്കുന്ന ഒന്നല്ല മനുഷ്യന്റെ ശരീരം. പക്ഷെ അത് മറ്റ് ശരീരങ്ങളെ പോലെ തന്നെ ആത്മാവിന് താൽക്കാലികമായിട്ട് മാത്രം വസിക്കാനുള്ള ഒരു ഇടമാണെങ്കിൽ കൂടിയും
മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആ ജീവിതം എന്ന് പറയുന്നത് വളരെ അർത്ഥപൂർണമാക്കാൻ സാധിക്കും. It is meaningful because in human life one can perform devotional service. That's why അപ്പോ മനുഷ്യന്റെ ജന്മം അർത്ഥവത്താണ് എന്ന് പറയുന്ന ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാനെ പറ്റിയിട്ട് അറിയാൻ സാധിക്കും, ഭഗവാന് വേണ്ടിയിട്ട് ഭക്തിയുടെ സേവനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. But we think that actually we got intelligence, so we should make house, we should make plate, we should make car, we should do everything that animal can do in a comfortable way. അപ്പോ എന്തൊക്കെയാണ് നമുക്ക് ബുദ്ധി മൃഗങ്ങളെക്കാൾ കൂടിയ ബുദ്ധി ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ മൃഗങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ തനിക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു, ഇണചേരാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു, ഭക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു, പ്രതിരോധത്തിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇതെല്ലാം മൃഗങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ എന്താണ് മൃഗങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ചെയ്യുന്നത്, ഇത്രയും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ. അങ്ങനെയാണ് നമ്മളുടെ ബുദ്ധിയെ ഉപയോഗിക്കുന്നത്. Yeah, but there is also one sloka from Hitopanishad, one Upanishad called Hitopanishad, but I cannot find exactly the translation, but I will show you the verse from somewhere. He is saying that ahara nidra bhayamaitunam cha samanimetat pasuvir naranam dharmo hi desham matiko vishesha dharmena hina pasuvir samana. There is a verse from Ishopanishad,